ഹായ് ഫ്രണ്ട്സ്, കുട്ടിച്ചവിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചായയുടെയൊക്കെ കഴിക്കാൻ വേണ്ടി അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ വന്നിട്ടുള്ളത്, ബ്രെഡ് പക്കോട. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പറഞ്ഞു വെച്ചിട്ടുണ്ട്, നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെ ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. ഞാൻ ഒരു 5 ബ്രെഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സാൻഡ്വിച്ച് ബ്രെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3-4 ബ്രെഡ് മതിയാവും. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം നല്ല രീതിയിൽ കൈ കൊണ്ട് തുറന്ന് കീറി റെഡിയാക്കി ഇടുക. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം കീറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്യുന്ന സവാളയാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3-4 പച്ചമുളക് ചോപ്പ് ചെയ്തതാണ്. നമ്മൾ പച്ചമുളകെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയാണ് ജസ്റ്റ് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൻ്റെ ഫ്ലേവർ കൂടാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് മസാലാസാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ പിന്നെ ഞാൻ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. അപ്പോൾ ഈ ഗരം മസാലയ്ക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അതിൽ മീറ്റ് മസാലയൊക്കെ ആഡ് ചെയ്യാം, നല്ല ഫ്ലേവർ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, അതായത് നമ്മുടെ കടലമാവാണ്. അപ്പോൾ കടലമാവല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം, അതും നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പർ അളവെല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കൈ കൊണ്ട്. അതായത് നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരിക്കലും കൂടാതിരിക്കാൻ ശ്രമിക്കുക, കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വേവാതെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രോപ്പർ അളവിൽ മാത്രം വെള്ളം ഒഴിക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പ്രോപ്പറായിട്ട് ഒഴിച്ചാൽ മതി വെള്ളം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മാവെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സൈസിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളൊരു പക്കോടയുടെയൊക്കെ സൈസിലായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് നമുക്ക് ആദ്യം ഹീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പാനെല്ലാം ഹീറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ അല്ല, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ റെഡി ആയിരിക്കണം മാവൊന്ന് നമ്മുടെ ഷേപ്പാക്കി ഇടുകയാണ്. പിന്നെ നിങ്ങൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും മാക്സിമം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സ്പ്ലിറ്റ് ചെയ്തില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ പൊട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡ് റെഡി ആയിട്ട് മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഫുള്ള് മുങ്ങി നിൽക്കുന്ന രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം ഒരുപാട് എണ്ണ നമ്മുടെ ഈ പക്കോടയ്ക്കകത്ത് പിടിക്കും. അപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്തത്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ്. ഇതുപോലെ നല്ല വീഡിയോ നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ ഒന്നുകൂടൊപ്പം ഇറ്റ്സ് മീ ആകെ സൈനിങ് ഓഫ്.